അഭിമന്യു കൊലപാതക കേസിലെ പ്രതികൾക്കെതിരെ UAPA ചുമത്താൻ ആലോചന. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരുമായും നിയമവിദഗ്ധരുമായും ചർച്ച ചെയ്യുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കൊലപാതകത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, എന്നാൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെന്നും DGP കൊച്ചിയിൽ പറഞ്ഞു. കോൺസ്പിറസി ഉണ്ടോ അതിൽ ഒരു സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ those people are coming from outside. So but whether the UAPA will be attracted or not, that is have to be. We are actually thinking വേണമെങ്കിൽ വിച്ച് റിക്വയർഡ് വിൽ ടേക്ക് ദ ലീഗൽ ഒപ്പീനിയൻ ഓൾസോ. ഇതിലെ പൊളിറ്റിക്കൽ ആയിട്ടൊന്നുമില്ല. അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തു. കൊലയാളിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം ലഭിച്ചു എന്നാണ് സൂചന. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, മുഖ്യപ്രതിയായി സംശയിക്കുന്ന ഈ മുഹമ്മദ് എന്നയാളെ കസ്റ്റഡിയിലെടുക്കാനായിട്ടുണ്ടോ? ആരൊക്കെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ, അഭിമന്യു കൊലപാതക കേസിൽ തന്നെ പോലീസ് ഇപ്പോൾ വ്യക്തമായ ഒരു ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് പോലീസിൽ നിന്ന് തന്നെ നൽകുന്ന സൂചനകൾ. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി എടുക്കുന്ന പലരെയും തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്, ചിലർ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. പോലീസിന് കൃത്യമായൊരു വിവരങ്ങൾ ഇക്കാര്യത്തിൽ ലഭിക്കുന്നു എന്ന് തന്നെയാണ് അവർ തന്നെ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് ആദ്യം അറസ്റ്റിലായ 3 പേരെയും കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 പേര് അറസ്റ്റുകൾ കൂടി രേഖപ്പെടുത്തുകയുണ്ടായി. ഇവരെ ഈ പ്രതികളെ, അതായത് ഇപ്പോൾ ഒളിവിലിരിക്കുന്ന പ്രതികളെ ഇവിടുന്ന് ഈ സംഭവ സ്ഥലത്തു നിന്നും അതോടൊപ്പം തന്നെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി യാത്രാ സഹായങ്ങളും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് വാഹനങ്ങൾ ക്രമീകരിച്ചു കൊടുത്തവരാണെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇവർ പുറത്തേക്ക് പോകാൻ വേണ്ടി ഉപയോഗിച്ച അത്തരം മാർഗങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യപ്രതിയായ മുഹമ്മദ് സംബന്ധിച്ച് മുഹമ്മദ് സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്ന് തന്നെ പോലീസ് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി മുഹമ്മദിൻ്റെ ഏറ്റവും അവസാനത്തെ കോളുകൾ അത് ഏത് ടവറിൽ നിന്നായിരുന്നു എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തിന് പുറത്തേക്കുള്ളൊരു പാതയിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൃത്യം നിർവഹിച്ചത്, അതായത് ഈ സംഘത്തിൽ ആരാണ് ഈ അഭിമന്യുവിനെ കുത്തിയെ കൊലപ്പെടുത്തിയത്, അതോടൊപ്പം തന്നെ അർജുനെ കുത്തിയത്, ഈ കത്തി വീശിയത്, ഇത് സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ മൊഴികൾ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായവർ നൽകിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേർ ഇതിലേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വരുന്നു, കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു. അപ്പോൾ പോലീസിന് കിട്ടുന്ന വ്യക്തമായൊരു മെസ്സേജ്, ഈ അക്രമി സംഘത്തിലെ ഏറ്റവും പ്രൊഫഷണലായി ആയുധം കൈകാര്യം ചെയ്ത ആളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചനകൾ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ 3 പേരോളം തന്നെ കസ്റ്റഡിയിലുണ്ട്. ഇവർ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ തന്നെ പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ STPI പ്രവർത്തകരും ഇതിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം ആ ദിശയിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ ഒരു ലീഡ് ഉണ്ടാകുമെന്ന് പോലീസ് സൂചനകൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങളിലേക്ക് അല്ലെങ്കിൽ മുഖ്യപ്രതി മുഹമ്മദിലേക്ക് നീളുന്ന ഒരു അന്വേഷണം പ്രതികളിലേക്ക് UAPA ചുമത്തും പ്രതികളിൽ എന്ന വിവരമാണല്ലോ അവിടെ നിന്ന്, അല്ലെങ്കിൽ അത് ആലോചിക്കുന്നുണ്ടെന്നാണല്ലോ DGP പറയുന്നത്. DGPയുടെ സംസാരത്തിൽ നിന്ന് അത് ഏതാണ്ട് നടക്കാനുള്ള അല്ലെങ്കിൽ അക്കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അക്കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലക്ക് എന്തൊക്കെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷണ സംഘത്തിനുള്ളിൽ നടക്കുന്നത്? സനീഷ്, അക്കാര്യത്തിൽ UAPA ചുമത്തുന്നത് സംബന്ധിച്ച് പോലീസ് അത് ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. DGPയുടെ ബൈറ്റിൽ അത്തരം സൂചനകൾ തന്നെ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ, നിയമോപദേശം തേടുന്നതിൻ്റെ ഘട്ടത്തിൽ തന്നെയാണ്. അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളുണ്ട്. കാരണം ഇതിൽ പങ്കെടുത്ത പലരും തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ 8ഓളം പേര് ഒരു അറസ്റ്റ് ഹാദിയ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്തവർ 8ഓളം പേര് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേര് ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ തടങ്കലിലേക്ക് എന്ന വിധം എടുത്തിരുന്നു. ഈ കാര്യങ്ങളിലുള്ളൊരു പരസ്പര ബന്ധിതമായ കാര്യങ്ങൾ തന്നെയാണെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. അതിൽ പങ്കെടുത്തവർ തന്നെ ഇതിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു സൂചനകൾ, ഈ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള
ആളുകൾ അന്ന് അവിടെ, അതായത് ഇവരുടെ വിധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ആ കോടതി പരിസരത്ത് ഉണ്ടായിരുന്ന ചിലർ ഇവരുടെ വിഷ്വൽസുകളും അതോടൊപ്പം തന്നെ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത്തരം വിഷ്വൽസുകൾ ശേഖരിക്കാനുള്ളൊരു വലിയ ശ്രമത്തിലുമാണ് പോലീസ്. പ്രതികൾക്കെതിരെ UAPA ചുമത്താൻ ആലോചന നടക്കുന്നുണ്ട് എന്നതാണ് നേരത്തെ DGP ഞങ്ങളോട് പറഞ്ഞത്. UAPA ചുമത്താനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിയമപരമായുള്ള ആലോചനകൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും മുഖ്യപ്രതി മുഹമ്മദിന് വേണ്ടി അടക്കമുള്ള തെരച്ചിലുകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിരവധി പേരെ ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. അന്വേഷണം ശരിയായ വിധത്തിൽ മുന്നേറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൈവെട്ട് കേസിന് ശേഷം SDPI ഏറെ പ്രതിരോധത്തിലാകുന്ന കൊലപാതകമായി മാറിയിരിക്കുകയാണ് മഹാരാജാസിലെ അഭിമന്യുവിൻ്റേത്. തൊടുപുഴയിലെ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ കേസിലാകട്ടെ പ്രധാന പ്രതികളടക്കം 4 പേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ആശയങ്ങൾ ദുർബലപ്പെടുന്നവരാണ് ആയുധമെടുക്കുന്ന തീവ്രവാദികളെന്നാണ് മഹാരാജാസ് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രൊഫസർ ജോസഫിന് പറയാനുള്ളത്. 2010 ജൂലൈ 4 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയത്. കൃത്യം 8 വർഷം പൂർത്തിയാകുമ്പോൾ കൈവെട്ട് കേസിലെ പ്രതിസ്ഥാനത്തുള്ള SDPI പ്രവർത്തകരെ തേടിയുള്ള റെയ്ഡ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. അതും നാടിനെ നടുക്കിയ മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്. കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയടക്കം 4 പേരെ ഇനിയും പിടികൂടുവാനായിട്ടില്ല. ഇപ്പോൾ കേസന്വേഷിക്കുന്ന NIAക്ക് കേസിലെ പല പ്രതികളുടെയും ശിക്ഷ പൂർത്തിയായി. ചിലർ ജാമ്യത്തിലാണ്. അഭിമന്യുവിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൈവെട്ടിന്റെ ഇരയായ ജോസഫ് മാഷിന്റെ വാക്കുകൾ ഞങ്ങൾ തേടിയത്. മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് എനിക്ക് വളരെ സങ്കടമുണ്ടാക്കിയ കാര്യമാണ്. മഹാരാജാസിൻ്റെ ക്യാമ്പസിലൂടെ നടന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. അപ്പോൾ അവിടെ വളരെ സമത്വ ഭാവനയോടുകൂടി സാഹോദര്യത്തോടുകൂടി അങ്ങനെ എല്ലാവരും ഒരുപോലെ വർത്തിച്ച ആ നാളുകളെക്കുറിച്ചൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ എല്ലാ നാളുകളിലും വെച്ച് ഏറ്റവും നല്ലതായിട്ടും ഏറ്റവും മധുരമായിട്ട് അനുഭവപ്പെടുന്നതും ആ നാളുകളാണ്. ആയുധമെടുക്കുന്നവർ ആശയങ്ങൾ ദുർബലമായവരാണെന്നും പ്രൊഫസർ ജോസഫ് ഓർമ്മിപ്പിക്കുന്നു. ആശയപരമായിട്ടുള്ള ഒരു മാർഗം വിട്ട് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന എല്ലാവരും തീവ്രവാദികൾ തന്നെയാണ്. അത് മതസംഘടനകളായാലും ശരി, രാഷ്ട്രീയ സംഘടനകളായാലും ശരി, അവരാണ് തീവ്രവാദികൾ എന്ന പേരിന് അർഹരായിട്ടുള്ളത്. ന്യൂസ് 18 കോതമംഗലം.